ആഹാ, ആരാ ഇതൊക്കെ? ഇരിക്കി. അച്ചു നമ്പ്യാരെ ഞാൻ അറിയിച്ചിരുന്നു. ഇതാണോ ആള്? എന്നോടും എന്റെ പാർട്ടിയോടുള്ള കടപ്പാടിന്റെ പേരിലാണ് മൂപ്പർ സമ്മതിച്ചത്. അറിയാം. എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്? കഴിഞ്ഞ ആഴ്ച ചെല്ലുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കുറച്ചുകൂടെ തുക സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ സാറ് കൂടെ ഒന്ന് അവിടം വരെ വന്നാൽ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നാളെ മുതൽ മലയോര കർഷകരുടെ കൺവെൻഷൻ തുടങ്ങിയാണ്. പാർട്ടി ഇത്തവണ എന്നെ അസംബ്ലിയിലേക്ക് അയക്കാതിരുന്നത് തന്നെ കർഷകരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്താ പേരെന്ന് പറഞ്ഞത്? ദിവാകരൻ. ദിവാകരൻ എന്നാ യാത്ര? ഇന്ന് രാത്രി തന്നെ. എന്താ ഇത്? ഒരു ചെറിയ പാരിതോഷികം. അയ്യോ, ഞങ്ങൾ രാഷ്ട്രീയക്കാരിതൊന്നും നേരിട്ട് വാങ്ങാൻ പാടില്ല. പ്രതിപക്ഷക്കാർ നോക്കിയിരിക്കുക വല്ലതും കിട്ടാൻ. പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ്. തന്നോളൂ, തരൂ. ഞാൻ പോവാ. എവിടേക്കാ? മടുത്തു മോളെ. എല്ലാവർക്കും ഒരു ഭാരമായി. ഇനി ഇവിടെ കഴിയാൻ വയ്യ. ഏട്ടൻ എവിടേക്കാ പോണേ? കൂടുതലൊന്നും നീ ചോദിക്കണ്ട. എല്ലാം ദൈവത്തിന് മാത്രം അറിയാം. ഒരപേക്ഷയുള്ളൂ. എന്ത് വന്നാലും എന്ത് കേട്ടാലും ഏട്ടനെ നീ മാത്രം വെറുക്കരുത്. ഇതാ അച്ഛന്റെ കൈ കൊടുത്ത് നീ മാല വാങ്ങിച്ചോളൂ. മാല ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചിട്ടല്ല. പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞൂടെ ഏട്ടന്? ഞാൻ കത്തെഴുതാം. സമയായി, ഞാൻ പോട്ടെ. 12:05 വണ്ടി. ഇനി വൈകണ്ട, ഓടിക്കോളൂ. ഇത് 1000 രൂപയുണ്ട്. പപ്പനും കുമാരനും ഒക്കെ കൊടുത്തേര്. കൊടുത്തതൊക്കെ മതിയോടൂ. നിനക്ക് കഴിയോ? ഒരുമിച്ച് ഏതായാലും ഇത്രയും രൂപ മാനേജർക്ക് കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളത് ശമ്പളത്തിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കും എന്നാലോചിച്ച് ബേജാറാവണ്ട. ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. രാവിലെ 5:30 തോന്നക്കൽ വണ്ടി ചെല്ലും. അവിടുന്ന് ബസ്സോ ജീപ്പോ എന്തെങ്കിലും കിട്ടും. ബസ് ഇറങ്ങിയ പിന്നെയും കുറെ നടക്കണം കുണ്ടാങ്കടവിലേക്ക്. അതൊന്നും സാരമില്ല. പപ്പനോടും കുമാരനോടും ഒക്കെ എന്നോട് ക്ഷമിക്കാൻ പറയണം. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ലടോ. കുറെ കാശ് അവർക്കും കൊടുത്തിട്ടില്ലേ? നാട്ടുകാർ ബഹളം ഉണ്ടാക്കുമെന്നാ എനിക്ക് പേടി. ബഹളം ഉണ്ടാക്കും, ഉണ്ടാക്കട്ടെ. അതൊക്കെ അവന്മാര് നേരിട്ടോളൂ. എന്നാ പിന്നെ ഇനി വൈകണ്ട. കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഏതാ? ഇതിലേ പോയാ മതി. ഇതിലെയോ? കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഇതാണോ? ഇതിലൂടെ പോവാം. എവിടുന്നാ? ഞാൻ കുറെ ദൂരെന്നാ. കുണ്ടാങ്കടവിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണും? കുണ്ടാങ്കടവിൽ ആരെ കാണാനാ? എന്ത് ദൂരം വരും പറഞ്ഞാൽ മതി. ഏത് നാട്ടിന്നാ? ഈ സ്ഥലത്ത് ആദ്യ അല്ലേ പിന്നെ വഴി ചോദിക്കണോ? എന്റെ കുടുംബചരിത്രം പുസ്തകമായി അടിച്ചിറക്കിയിട്ട് വാങ്ങി വായിച്ചു നോക്ക്. ഇടത്തോട്ട് തിരിഞ്ഞാ മതി, എളുപ്പ വഴിയാ. ഞാൻ എന്റെ സൗകര്യം പോലെ വയ്ക്കോളാം. സാറുമാരെ പോയട്ടെ. അല്ല, ആരാ ഇത്? ഇവിടെ എന്താണോ താൻ ഞങ്ങളേതോ മറന്നോ? ആദ്യം കണ്ടപ്പോ എനിക്ക് ആളെ പിടിയിട്ടില്ല. ഇപ്പൊ പിടികിട്ടിയോ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. 5 കൊല്ലം കൊണ്ടുണ്ട് ഇനിയും പെൻഷൻ ആവാൻ.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഇതിലേ പോയാ കുണ്ടാങ്കടയിലെത്തോ? താനെന്താ ആളെ കളിയാക്കുക? ഇത്ര വേഗം താൻ സ്വന്തം നാട്ടുവഴിയൊക്കെ മറന്നോ? ഞാൻ ആരാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് സംസാരിക്കുന്നത്? മനസ്സിരിക്കട്ടെ. പൊക്കം മൂപ്പരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, താൻ സർക്കാർ ആശുപത്രിയിൽ ഏതാണ്ട് കമ്പൗണ്ടറോ നഴ്സോ ഒക്കെ ആണെന്ന് കേട്ടുല്ലോ. അതോ ഇനി കമ്പൗണ്ടർ മൂത്ത് പോലെ ഡോക്ടറോ ഒറ്റ ആയോ? ഇപ്പൊ ഞാൻ സർക്കാർ ആശുപത്രിയിലല്ല, പിന്നെ ഭ്രാന്താശുപത്രിയില. ഓ അത് ഞാൻ അറിഞ്ഞില്ല. അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. എന്തിന്? ഈ പ്രദേശത്തുള്ള ഭ്രാന്തന്മാരെ മുഴുവൻ പിടിച്ചു കെട്ടി അങ്ങോട്ട് എത്തിക്കാൻ. കാലത്ത് 1-2 കിട്ടി, ഇപ്പൊ ഒരാളും കൂടായി. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാ? ആർക്ക്? മനുഷ്യ, നിങ്ങൾക്ക് എന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ കുറെ ദൂരെ നിന്ന് വരിക. അപ്പൊ താൻ പൊക്കം മൂപ്പറുടെ മോനല്ലേ? അല്ല. അല്ലേ? അല്ല 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 അല്ല. അവനാരുടെ മോനാ? ഞാൻ അച്യുതൻ നമ്പ്യാരെ കാണാൻ വന്നതാ. അച്യുതൻ നമ്പ്യാരുടെ സ്കൂളിലെ പുതുതായി ചേരാൻ വന്ന മാഷ ഞാൻ. ഓഹോ, അപ്പൊ താനാണ് കക്ഷി. ആട്ടെ, തനിക്ക് എന്നെ മനസ്സിലായോ? പറഞ്ഞാലേ അറിയൂ. താൻ ചേരാൻ പോകുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കുഞ്ഞന്നായെന്ന് പറയും. അയ്യോ, ഞാൻ സാർ ക്ഷമിക്കണം, അറിഞ്ഞില്ല. കുഴപ്പമില്ല, വാ. കുറുപ്പ് മാഷ് പിരിഞ്ഞിട്ടിപ്പോ 5-6 മാസമായി. ഓ, അതിനുശേഷം വേണ്ടത്ര കോഴ രൂപ കിട്ടാത്തതുകൊണ്ട് മാനേജർ വേറെ ആരെയും അപ്പോയിന്റ് ചെയ്തില്ല. എത്ര രൂപയ്ക്കാ സമ്മതിച്ചത്? അല്ല, അത് എന്നോട് പറയാം. അല്ല, അതുകൊണ്ടല്ല, MLA ചാത്തുക്കുട്ടി നമ്പ്യാരുമായിട്ടുള്ള നേരിട്ടുള്ള കച്ചവടമായിരുന്നു. അപ്പൊ മർമ്മത്തിൽ തന്നെയാ പിടിച്ചത്. ഈ ചാത്തുക്കുട്ടി നമ്പ്യാർ MLAയും മാനേജരും തമ്മിൽ വലിയ ക്ലോസാ. അല്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലായി. ഓഹോ, നേരത്തെ എവിടെങ്കിലും പഠിപ്പിച്ചിരുന്നോ? എവിടെ? നാട്ടിലെ ട്യൂട്ടോറിയല്. ഓ, എന്തായിരുന്നു വിഷയം? അവിടെ പിന്നെ ഇംഗ്ലീഷ്. അതേതായാലും നന്നായി. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് നമുക്കിപ്പോ മാഷന്മാരില്ലാത്തത്. ഞങ്ങളൊക്കെ പഴയ സംസ്കൃതവും മണിപ്പുറവും ഒക്കെ ആണല്ലോ. എന്താ പേര് പറഞ്ഞത്? ദിവാകരൻ. എല്ലാം മൂപ്പരുടെ മര്യാദകളാണല്ലോ. മഹാനേരുടെ ജീപ്പാ പറഞ്ഞത്. മൂപ്പര് തന്നെയാ. അച്യുതൻ നമ്പ്യാരെ. ചെന്ന് കാണുമ്പോ ഒരു ബഹുമാനത്തിലൊക്കെ നിന്നോണം. മൂപ്പരാളൊരു പുലിയാ. അച്യുതൻ നമ്പ്യാരുടെ നാട്ടിൽ കാക്ക പോലും പറക്കൂല എന്നാ പറയണത്. എന്താ അത്രയ്ക്ക് പേടിയാ. നേരെ ചെന്ന് ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാൽ മൂപ്പരുടെ തറവാടായി. ഇനിയിപ്പോ സംശയിക്കാനൊന്നുമില്ല, മുറ്റത്ത് തന്നെ ജീപ്പ് ഉണ്ടാവും. അപ്പൊ നേരെ കണ്ടിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി, ഞാനുണ്ടാവും. അല്ല, വരുന്നില്ലേ? ഞാൻ ഇതുവഴിയാ. എന്നോട് ഇങ്ങോട്ട് നേരിട്ട് ചോദിക്കേണ്ടായത് കേരളന്റെ കാര്യം എന്തായെന്ന്. പറയുന്ന വാക്ക് മാറുന്നവരോട് മൂപ്പർക്ക് വലിയ ദേഷ്യ. അടുത്ത വെട്ടിന് കണക്ക് ഒപ്പിക്കാതിരിക്കില്ല. എല്ലാം മൂപ്പരോട് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എന്തോ? പണിക്കാരോട് പിന്നാമ്പറത്തേക്ക് വന്നോളാൻ പറയേ, കഞ്ഞി വിളമ്പിച്ചിട്ടുണ്ട്. ആരാ കുട്ടിയമ്മ അത്? എവിടുന്നാണോ? ഞാനിവിടെ ട്രെയിനിങ് കഴിഞ്ഞ് MLA ചാത്തുക്കുട്ടി നമ്പ്യാരെ അയച്ചാണ് സ്കൂളില്. ഓ, ഇവിടെ പറയണ കേട്ടു. കേറിയിരിക്കും, ആളകത്തുണ്ട്, ഇപ്പൊ വരും. സ്കൂളിൽ ചേരാൻ വന്ന മാഷ അല്ലേ? അതെ. എഴുന്നേറ്റോളൂ. എഴുന്നേൽക്കാൻ. ഇങ്ങോട്ട് ഇറങ്ങിയെന്നോളൂ. മൂപ്പർക്ക് ഇഷ്ടാവില്ല വലിയ വലിയ നേതാക്കന്മാരും പോലീസ് ഓഫീസർമാരും ഒക്കെ ഇവിടെ കയറി ഇരിക്കാറുണ്ട്. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ശങ്കര, പോയി കഞ്ഞുടിച്ചോളൂ. നീ കഞ്ഞുടിച്ചിട്ട് മതി. വാ. ഞാൻ ഒരാഴ്ച സമയം തരുന്നു. ബാക്കി രൂപ കുട്ടിയാമനെ ഏൽപ്പിച്ചേക്കണം. അടുത്ത വെട്ടിന് തേങ്ങയാണോ? വേണ്ട, മൊയ്തീൻ കുട്ടി ഹാജിക്കാണ് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് ഹാജിക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിച്ചിട്ട് നീ കണ്ട മാപ്പിളമാർക്ക് തേങ്ങ കൊടുത്തില്ലേടാ? മൂത്ത കുട്ടിക്ക് തീരെ വയ്യാണ്ടായപ്പോ ഒരക്ഷരം മിണ്ടണ്ട. എന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. പോ. മനസ്സിലായില്ലല്ലോ? MLA
സ്കൂളില് ദിവാരൻ എന്നാ എന്റെ പേര്. ഓ, കഴിഞ്ഞ ആഴ്ച വരുമെന്നാണല്ലോ ചാത്തുക്കുട്ടി നമ്പ്യാർ പറഞ്ഞിരുന്നത്. അത് രൂപ തികഞ്ഞില്ല. ഇപ്പോ തികഞ്ഞോ? ഇല്ല, 3000 രൂപയുടെ കുറവുണ്ട്. അതിപ്പോ എങ്ങനെയാ ശരിയാവുന്നത്? ശമ്പളത്തിൽ നിന്ന് തന്നു തീർത്തോളാം. ശമ്പളത്തിന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. 2 മാസത്തെ സമയം തരാം. അതിനുള്ളിൽ ബാക്കി കാശ് മുഴുവൻ തന്നിരിക്കണം. സാറ്, ഞാനൊരു 5 മാസത്തിനുള്ളിൽ മുഴുവനും ഒന്നിച്ചേരാം. ആ ശരി, 5 മാസത്തിനകം തന്നിരിക്കണം. ഓ, താമസിക്കാൻ വീട് വല്ലതും തരപ്പെടുത്തിയിട്ടുണ്ടോ? എനിക്കിവിടെ ആരും പരിചയമില്ല. ഓ, വല്ലതും കിട്ടിയോടാ? ഓ, ആ കുട്ടിയാമ്മനോട് പറ ഇയാൾക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മുടെ പുതിയ മാഷ. പണം കുട്ടിയാമ്മനെ ഏൽപ്പിച്ചാ മതി. വാ.